പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ. നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ. Forbid him not, for he that is not against us is for us. ലൂക്കാസ് 9 49 വാക്യമാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. നാഥ, ഒരുത്തൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളോട് കൂടെ നിന്നെ അനുഗമിക്കായികയാൽ അവനെ ഞങ്ങൾ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട്, വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കൂടെ ഒന്ന് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 9 verses from 49 to 50. Now John answered and said, Master, we saw someone casting out demons in your name, and we forbade him because he does not follow with us. But Jesus said to him, do not forbid him, for he who is not against us is on our side. And that now John answered and said, Master, we saw someone casting out demons in your name, and we forbade him because he does not follow with us. But Jesus said to him, do not forbid him, for he who is not against us is on our side. അപ്പോൾ നമുക്ക് പ്രതികൂലമല്ലാത്തവൻ ആരാകുന്നുവോ അവൻ നമുക്ക് അനുകൂലമാണ്. ഇതാണ് ഇന്നത്തെ നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഭാഗങ്ങളുണ്ട്. ഡിനോമിനേഷൻ എന്ന് പറയുന്നത് എണ്ണിയാൽ തീരാത്തത്രയുണ്ട്. എവിടെ നോക്കിയാലും ഈ ക്രൈസ്തവ മതത്തിൻ്റെ വിഭാഗീയതകൾ, അവരുടെ ഡിനോമിനേഷൻസ് എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതുവല്ല ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി? ഹൂ ഈസ് ദ ട്രൂ ക്രിസ്ത്യൻ ആൻഡ് ഹൂ ഈസ് ദ ഫോൾസ് ക്രിസ്ത്യൻ? ഇങ്ങനെയൊക്കെ തർക്കം നടക്കുന്നുണ്ട്. പല സഭകളിലും തന്നെ അവരൊന്നും ക്രിസ്ത്യാനികളല്ല. അതേപോലെ തന്നെ ഞങ്ങളാണ് സാക്ഷാൽ ക്രിസ്ത്യാനികൾ. ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഈ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ നടക്കുന്നുണ്ട്. അവരൊരു കൂട്ടം ജനങ്ങളാണ്, വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ്. അവരൊന്നും ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കാൻ ഒക്കുകയില്ല. സാക്ഷാൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സത്യക്രിസ്ത്യാനികൾ ഞങ്ങളാണ്, അപ്പോസ്തല ക്രിസ്ത്യാനികൾ ഞങ്ങളാണ് എന്നൊക്കെ തന്നെ നമ്മളിൽ പല വിഭാഗങ്ങളിൽ പലതരത്തിലുള്ള ഇത്തരം അഭിപ്രായങ്ങളും ഇത്തരം പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് തന്നെ അനേകം ഈ ചിന്താഗതിക്കനുസരിച്ച് അവർക്ക് അവരുടേതായ പള്ളികളും അവരുടെ ആചാരങ്ങളും അവരുടേതായ അനുഷ്ഠാനങ്ങളും
എല്ലാമുണ്ട്. വിശ്വാസം ഒന്നാണെങ്കിലും ആചാരവും അനുഷ്ഠാനവും അതുപോലെ തന്നെ ചിന്താഗതിയൊക്കെ വ്യത്യസ്ത രീതിയിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് പല രാജ്യങ്ങളിൽ അങ്ങനെയാണ്. ഓരോ രാജ്യത്തിൽ പല വിധത്തിലുള്ളതായ ഡിനോമിനേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണും. ഞാൻ അത്തരത്തിൽ അങ്ങോട്ട് വിസ്തരിച്ച് ഓരോന്നിനും എടുത്ത് ഇങ്ങനെ നടുകെ കീറിപ്പൊളിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്. എന്താ, ഈ യോഹന്നാൻ യേശുവിൻ്റെ ഒരു ശിഷ്യനായ അപ്പോസ്തലനായ യോഹന്നാൻ യേശുവിനോട് വളരെ കാര്യമായിട്ട് വന്ന് പറയാണ്, കർത്താവേ, ഞങ്ങൾ വരുന്ന സമയത്ത് ഒരുത്തൻ റോഡരികിൽ നിന്നുകൊണ്ട് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നു ഞങ്ങൾ കണ്ടു. അയാൾ രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, എല്ലാം നിന്റെ നാമത്തിലാണ് അയാൾ ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം വന്നു. കാരണം നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്തുവാക്കാനും രോഗങ്ങളെ സൗഖ്യമാക്കാനും നിന്നിൽ വിശ്വസിക്കാനുള്ള അവകാശവും അധികാരം ഞങ്ങൾക്കാണല്ലോ. അവൻ നമ്മുടെ കൂടെ പങ്കാളിയായി നിൽക്കാതെ, അവൻ നമ്മളോട് കൂടെ നിൽക്കാതെ, അവൻ ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ നിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അരിശം വന്നു. ഞങ്ങൾ അവനോട് ഇനി ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാർ ഞങ്ങളാണ്. ഞങ്ങൾ അറിവോ സമ്മതമോ കൂടാതെ ഇനി ഒരിക്കലും നീ ഇത് ചെയ്തു പോയരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ വിലക്കി വന്നിരിക്കുകയാണ്. അവൻ ഉടനെ തന്നെ അവൻ്റെ പ്രാർത്ഥനയൊക്കെ നിർത്തി അവൻ ബൈബിൾ എടുത്തവൻ തിരിച്ചു പോയി. അപ്പോൾ ഇത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞത്, കർത്താവ് സന്തോഷിക്കുകയല്ല അവിടെ ചെയ്തത്. കർത്താവ് പറഞ്ഞെന്താ, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ അവനെ വിലക്കരുതായിരുന്നു. അവനെ വിലക്കിയത് തെറ്റായിപ്പോയി. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ ആരോ അവൻ നിങ്ങൾക്ക് അനുകൂലമാണ്. അവൻ നിങ്ങൾക്ക് പ്രതികൂലമായി ഒന്നും ചെയ്തില്ലല്ലോ. അവൻ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കുന്നു, അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇതാണല്ലോ ചെയ്തത്. അപ്പോൾ അവനെങ്ങനെ നിങ്ങൾക്ക് എതിരാളിയാകും? അവനെങ്ങനെ നിങ്ങൾക്ക് പ്രതികൂലമാകും? അതുകൊണ്ട് എൻ്റെ നാമത്തിൽ ആര് അപേക്ഷിച്ചാലും ഞാൻ അവരോട് കൂടെ ഉണ്ട്, ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും. അവരെ നിങ്ങൾ വിലക്കരുത്, നിങ്ങൾ സഭകളായിട്ട് വിലക്കരുത്. ഞാനാണ് ഏറ്റവും നല്ല സഭ, ഞാനാണ് പാരമ്പര്യമുള്ള സഭ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളവരെ വിലക്കരുത്. എല്ലാ സഭകളും, അതായത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും കർത്താവിൻ്റെ അനുകൂലമായിട്ടുള്ള വിശ്വാസികളാണ്. അവരെ നിങ്ങൾ ഒരിക്കലും തടുക്കരുത്, അവരെ നിങ്ങൾ നിന്ദിക്കരുത്, പരിഹസിക്കരുത്, അവരുമായി നിങ്ങൾ വാഗ്വാദത്തിൽ ഏർപ്പെടരുത്. ഇതാണല്ലോ ഇതിൻ്റെ അർത്ഥം. ആ നിലയ്ക്കാണ് കർത്താവ് നമ്മോട് ഈ വാക്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അവനെ വിലക്കരുത്. ഇതാണ് കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അനേക സഭകൾ നമ്മുടെ ലോകത്തുണ്ട്. ക്രൈസ്തവ മതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതമെന്നും ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്നതും ഈ ക്രൈസ്തവ മതത്തിലാണെന്നും ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഏറ്റവും അധികം ഡിനോമിനേഷൻസ്, വകഭേദങ്ങൾ ഏറ്റവും കൂടുതലുള്ളതും ഈ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.